Hi students, so once again I welcome all of you on behalf of Riju and PSK online classes. So തീർച്ചയായും നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഈ സെഷനിൽ നമ്മൾ പ്രോബ്ലംസ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ലെറ്റ്സ് ഗോ അഹെഡ് ഡയറക്ട്ലി ടു ദ പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പ്രോബ്ലം. Which of the following represent the correct set of 4 quantum numbers of a 4D electron? ശരിക്കും ഒരു 4D ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് 4 സെറ്റും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 സെറ്റിനെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് 4 സെറ്റ് ഇന്ന് ഊഹിച്ചങ്ങ് എഴുതാം, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം നമ്മുടെ ഓർബിറ്റിൽ നോക്കാം കുട്ടികളെ. ഇത് 4D ഇലക്ട്രോൺ ആണ്. അപ്പോൾ 4D ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം ഡി ഓർബിറ്റലാണ്. സോ ഡി ഓർബിറ്റലാകുമ്പോൾ 5 ഓർബിറ്റൽസ് അവിടെയുണ്ട്. സോ വി ഹാവ് 5 ഓർബിറ്റൽസ്. Definitely for 4D, we know what is n value. N value is equal to 4. And what is L value? L value is equal to 2. Why L value equals 2? Because L value 0 ആണെങ്കിൽ നമ്മൾ പറയാറില്ല അത് S ഓർബിറ്റൽ എന്ന്. അതുപോലെ L value 2 ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? D ഓർബിറ്റൽ. അപ്പോൾ അത് രണ്ടും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ഒരുവിധം എല്ലാ ആൾക്കാരും നമ്മൾ കട്ട് ചെയ്ത് കളയണം. ആരൊക്കെയാ? 4ഉം 3ഉം. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. Isn't it? 4, 3, that is not possible. 4, 1, that is not possible. Only one option is left directly. What is the option? What is the option? Option number 2. ഇനി എൻ്റെ ചോദ്യം, ഈ 1 ഏതാ ഓർബിറ്റൽ? കുട്ടികളെ 1 ഏതാ ഓർബിറ്റൽ എന്ന് ചോദിച്ചാൽ 4ഉം 3ഉം അല്ലേ? 4ഉം 3ഉം എന്ന് പറയുന്നത് കുട്ടികളെ അത് 4f ഓർബിറ്റലാണ്. So what is that orbital? 4f ഓർബിറ്റൽ. ഈ ഓർബിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ 4f ആണ്. ഇനി 4ഉം 1ഉം അതേത് ഓർബിറ്റലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 4p. ബട്ട് റൈറ്റ് നൗ ദേ ആർ നോട്ട് ആസ്കിംഗ് അബൌട്ട് 4f or 4p, ദേ ആർ ആസ്കിംഗ് അബൌട്ട് 4d. സോ കമ്പൽസറി യു നോ n equals 4 and l equals 2. യുവർ ആൻസർ ഈസ് 2. ഓക്കെ all of you? അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് നമുക്കറിയാം, നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ കണ്ടത്. ലെറ്റ്സ് ഗോ അഹെഡ് വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി അവർ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ, let's read. How many 3D electrons can have a spin quantum number 1/2? How many 3D electrons can have a spin quantum number 1/2? So നമുക്കറിയാം നമ്മളൊരു 3D ഓർബിറ്റൽ കൺസിഡർ ചെയ്യുമ്പോൾ, സോ ലെറ്റ്സ് ഇമാജിൻ 1 3D ഓർബിറ്റൽ. അപ്പോൾ ഒരു 3D ഓർബിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. തീർച്ചയായിട്ടും 5 D ഓർബിറ്റൽസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ 5 D ഓർബിറ്റലിൽ നമ്മൾ ഓരോ ഇലക്ട്രോൺസിന് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വയ്ക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കീപ്പിംഗ് 1 ഇലക്ട്രോൺ എച്ച്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഓരോ ഇലക്ട്രോൺസ് വെച്ചു. ആസ് എ ടോട്ടൽ യു നോ ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ദെയർ? വി ക്യാൻ അക്കോമഡേറ്റ് എ ടോട്ടൽ ഓഫ് 10 ഇലക്ട്രോൺസ്. അപ്പോൾ അതിൽ ആദ്യത്തത് നിങ്ങൾക്കറിയാം, ഈ ഓർബിറ്റലിൽ ഒരാളുടെ സ്പിൻ ക്വാണ്ടം നമ്പർ പ്ലസ് ഹാഫ് ആണെങ്കിൽ അടുത്തയാളുടെ ക്വാണ്ടം നമ്പർ എത്രയായിരിക്കും? അത് -12 ആയിരിക്കും. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് ഒരാളുടേത് പ്ലസ് ഹാഫ്, അടുത്ത ആളുടേത് -12. അതുപോലെ അടുത്തതിലും ഒരാളുടെ പ്ലസ് ഹാഫ് -12. അങ്ങനെ 5 പേർക്ക് പ്ലസ് ഹാഫ്, 5 പേർക്ക് -12. അപ്പോൾ ഇതിൽ എത്ര ആൾക്കാർക്ക് എന്തുണ്ട്? സ്പിൻ ക്വാണ്ടം നമ്പർ 1/2 ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? പക്ഷേ 1/2 എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അവർ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇസ്ന്റ് ഇറ്റ്? സോ വെറും 1/2 എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആൻസർ 10. ഇനി അതല്ല -1/2 അല്ലെങ്കിൽ +1/2 ഈ ഒരു രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 5 ആയിരിക്കും. പക്ഷേ ഇവിടെ എത്ര ആൾക്കാർക്ക് 1/2 എന്നാണ് ചോദിച്ചേക്കുന്നത്? സോ യുവർ ആൻസർ ഈസ് 10. ഓക്കെ all of you? ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര സമയമാണ്? So the next question, total number of orbitals in a shell with the principal quantum number n. കുട്ടികളെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ബട്ട് ഒന്നുകൂടെ ഞാൻ പറയാം, നോക്കൂ. അതായത് നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഒരു ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2n² നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ, സോ ഐ ക്യാൻ റൈറ്റ് number of electron in a shell is equal to 2n². 2n², isn't it? പക്ഷെ നമ്മൾ ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന എവിടെയാണ്?
ഓർബിറ്റലിനകത്താണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഓർബിറ്റലിൽ നിങ്ങൾക്ക് 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഓർബിറ്റൽസ് വേണം? ഡിവൈഡഡ് ബൈ 2. ഒന്നുകൂടെ നോക്കുക. നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എ ഷെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2n² അല്ലേ? പക്ഷേ ഈ ഇലക്ട്രോൺസ് നമ്മൾ എവിടെയാണ് കൊണ്ടുവയ്ക്കാൻ പോകുന്നത്? ഓർബിറ്റലിലാണ് വയ്ക്കാൻ പോകുന്നത്. ആൻഡ് ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഓർബിറ്റൽ 2? അങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടി എത്ര ഓർബിറ്റൽ വേണം? സോ ദ എൻറ്റയർ ഡിവൈഡഡ് ബൈ 2. സോ ഐ ക്യാൻ റൈറ്റ് number of orbitals in a shell. So number of orbitals in a shell is equal to, how many shells required? We required 2n² divided by 2. Why divide by 2? Because one orbital can accommodate only 2 electrons. So these 2 will cancel there and you will be getting the answer n². See, number of orbitals is equal to n². Suppose instead of this orbital, if they are asking about electron, then our answer is 2n². Okay, so please remember this. ഇത് നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ്. സോ ലെറ്റ് മീ ഗോ വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ അവരെന്താ പറയുന്നത്. See here in next question, the momentum of a particle which has a de Broglie wavelength of 0.1 nanometer, isn't it? So momentum of a particle which has a de Broglie wavelength of 0.1 nanometer. വീണോ നമുക്കറിയാം നമ്മൾ ഏത് കൺസെപ്റ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ ലാംഡ ഈക്വൽസ് h/p എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കുട്ടികളെല്ലാവരും നോക്കൂ, ലാംഡ ഈസ് ഈക്വൽ ടു h/p. തീർച്ചയായിട്ടും അവരിവിടെ തന്നിരിക്കുന്നത് ലാംഡയാണ്, നമ്മളോട് പറയുന്നത് മൊമെൻറ്റം കാണാൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ടു ഡു? വി ഹാവ് p ഈസ് ഈക്വൽ ടു h/λ. You know what's the value of Planck's constant? It is given there 6.626 into 10 raised to minus 34, isn't it? So let us substitute p is equal to 6.6 into 10 raised to minus 34 divided by lambda value. കുട്ടികളെ ലാംഡ വാല്യൂ എല്ലാവരും നോക്കൂ 0.1 നാനോമീറ്റർ ആണ്. But whenever we are solving problems involved with the Planck's constant, we cannot use nanometer, but instead we need to use SI unit, isn't it? So SI unit, so we need to convert this into SI unit, isn't it? So we can write 0.1 into 10 raised to minus 9, which is equal to 10 raised to minus 10. ആ മൈനസ് 10 ഞാൻ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. So it becomes a plus 10, means you will be getting 6.6 into 10 raised to minus 24, isn't it? So is there any answer of that kind? Yes, we have one answer. So here fourth one is the correct option which we need to select. Okay, love you. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം ഇത് നമ്മൾ ഏത് കൺസെപ്റ്റ് ബേസ് ചെയ്ത് ചെയ്ത പ്രോബ്ലം ആണ്? ഡി ബ്രോഗ്ലീസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ അതിന് ബേസ് ചെയ്തിട്ടുണ്ടായ ഒരു പ്രോബ്ലമാണ്. സോ ലെറ്റ്സ് ഗോ അഹെഡ് വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത്, ലെറ്റ്സ് റീഡ് ഔട്ട്. Which of the following equation was suggested by de Broglie? അതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്, isn't it? So what de Broglie suggestions? Definitely we know, we have studied lambda is equal to h/mv. So we have a lambda equals h/mv. പക്ഷെ അങ്ങനൊരു സംഭവം ഇവിടെ നമുക്കുണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ അവർ തന്നിരിക്കുന്നത് ലാംഡ ഈക്വൽസ് p/h എന്ന് തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് അത് ശരിയാണോ എന്ന്. സോ വി സ്റ്റഡീഡ് ലാംഡ ഈസ് ഈക്വൽ ടു h/p. നോ, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽസ് p/h. സോ വി കനോട്ട് സെലക്ട് ദിസ് ആൻസർ. അപ്പോൾ അത് തെറ്റാണ്, isn't it? പിന്നീട് അവർ തന്നിരിക്കുന്നത് 2πr equals n lambda, isn't it? So 2πr equals what? n lambda. Now pi r square equals n lambda. 2πr equals nh/lambda. Let us select. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നോക്കാം. നമുക്കറിയാം നമ്മളുടെ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്?
ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, സി ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ബട്ട് അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി നമുക്കറിയാം ഇലക്ട്രോൺ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സി ടു ദാറ്റ് ലെറ്റ്സ് സേ ദാറ്റ് ഇലക്ട്രോൺ സി ഇങ്ങനെയാണ് നമ്മൾ കാണിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ കാണിച്ചത്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഈ കാണുന്ന ദൂരം എന്ന് പറയുന്നത് 2πr ആണ്. ആൻഡ് 2πr ഈക്വൽസ് വാട്ട് വി ഹാവ് n ലാംഡ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ആളെ സെലക്ട് ചെയ്യാം. ദിസ് കനോട്ട് ബി കൺസിഡേർഡ് അറ്റ് ഓൾ. ഇനി അവസാനത്തത് 2πr ഈക്വൽസ് NH/λ എന്നിട്ടിരിക്കുന്നു. അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആരെ മാത്രമേ സെലക്ട് ചെയ്യാനുള്ളൂ? വി ഹാവ് 2πr ഈക്വൽസ് n ലാംഡ. തീർച്ചയായും ഇതിൻ്റെ ഡെറിവേഷനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് റെഫർ ടു ദാറ്റ് പാർട്ട്. അപ്പോൾ ഈ പ്രോബ്ലവും ആരെ ബേസ് ചെയ്തിട്ടാണ്? ഡി ബ്രോഗ്ലീസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഓക്കെ, സോ വാട്ട്സ് യുവർ ആൻസർ ഹിയർ? 2πr ഈക്വൽസ് n ലാംഡ. ലെറ്റ്സ് ഗോ അഹെഡ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So let us see to the next question. Which of the following has same number of s electron as the d electron in Fe2+? അപ്പോൾ as the same number of electron as the d electron in Fe2+. ആദ്യം നമുക്ക് Fe2+നെ കാണാം, അതിൽ എത്ര d ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വരാം. നോക്കൂ, നമുക്കറിയാം Fe. So let's write here Fe. Fe മീൻസ് കുട്ടികളെ എല്ലാവരും മനസ്സിലാക്കുക, Fe എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 26 ആണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതെല്ലാം പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അത് ഓർക്കണം എപ്പോഴും. സോ Fe അറ്റോമിക് നമ്പർ 26. അപ്പോൾ ഇവിടെ ഇയാളുടെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ അവസാനം ബാക്കിയുള്ള 1s2 2s2 3s2 അതൊന്നും ഞാൻ എഴുതുന്നില്ല, ഞാൻ അവസാനത്തെ മാത്രമേ എഴുതുന്നുള്ളൂ. എല്ലാവരും നോക്കിക്കോളൂ. യു വിൽ ബി ഗെറ്റിംഗ് 3d6 4s2. ഇതാണ് ഇയാളുടെ കോൺഫിഗറേഷൻ. ഓക്കെ കുട്ടികളെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു ചെറിയ പോയിന്റ്, ഇത് ഞാൻ പഠിപ്പിച്ചോ പറഞ്ഞിട്ടില്ല, ഇവിടെ നിങ്ങൾ അറിയണം, നിങ്ങൾ ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചില കുട്ടികൾ എഴുതുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും, അത് നമുക്ക് പറഞ്ഞിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്താം. അപ്പോൾ Fe2+ നമ്മൾ എഴുതുന്നു. ചില ആൾക്കാർ എഴുതുന്ന ആൻസർ എല്ലാവരും നോക്കിക്കോളൂ, അവരെഴുതുന്നു 3d4 4s2 ഇങ്ങനെ എഴുതും. ചില കുട്ടികൾ എഴുതുന്നത് 3d6 4s0. കുട്ടികളെ, ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നമ്മളിപ്പോൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഏറ്റവും സർഫസ് ഉള്ളത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ ഒന്നാമത്തെ ഷെൽ അതാണ് ഏറ്റവും ഉള്ളിലുള്ളത്, അത് കഴിഞ്ഞുള്ളത് രണ്ടാമത്തെ ഷെൽ, അത് കഴിഞ്ഞുള്ളത് മൂന്നാമത്തെ ഷെൽ, അത് കഴിഞ്ഞ് ഏറ്റവും പുറമേയുള്ള ഷെൽ ആരാണ്? നാലാമത്തെ ഷെല്ലാണ്. അപ്പോൾ നിങ്ങൾ ചെന്ന് ഒരു ഇലക്ട്രോണിനെ പറിച്ചെടുക്കുമ്പോൾ ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണിനെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യം പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇടാം. പക്ഷെ വെനെവർ യു ആർ റിമൂവിങ്, ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഏറ്റവും പുറമേയുള്ളവരായിരിക്കും. അപ്പോൾ കുട്ടികളെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക, this is not the right configuration, so please try to see that 3d6 4s0, this is the configuration. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ കോപ്പർ. കോപ്പർ അറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം 29. ഓക്കെ, നിങ്ങൾക്കറിയാം കോപ്പറിൻ്റെത് ഒരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഇയാളുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d10. സിമിലർലി വാട്ട് യു ഹാവ് 4s1. കുട്ടികളെ, നിങ്ങൾ ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുകയാണ്. ആദ്യം ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ടത് ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ നിന്നാണ്, ഒരിക്കലും ഉള്ളിൽ നിന്നല്ല. സോ വാട്ട് യു ഹാവ് കോപ്പർ +1, വിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 3d10 4s0. പ്ലീസ് റിമെമ്പർ ദാറ്റ്. നോക്കൂ, അതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. വെനെവർ വി ആർ റിമൂവിങ് ഇലക്ട്രോൺ ഇൻ ദ കേസ് ഓഫ് transition elements like scandium, titanium, vanadium, chromium, manganese, iron, cobalt, nickel, copper, zinc. In all these cases, we need to remove electron from outermost shell, not from the inner shell. Okay? അത് ഓർത്തിരിക്കുക തീർച്ചയായിട്ടും. ഇനി ആരും അങ്ങനെ തെറ്റി എഴുതരുത്. വേണമെങ്കിൽ ഒരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞിട്ട് അടുത്തിലേക്ക് വരാം. കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. ജസ്റ്റ് ലെറ്റ് മീ സേ അബൌട്ട് കൊബാൾട്ട്.
Cobalt, you know, atomic number 27. See, I am just writing cobalt. Cobalt atomic number നമുക്ക് എല്ലാവർക്കും അറിയാം. It's 27. What is the configuration? Let me write the configuration here. Configuration is 3d7 4s2. So, ഇയാളുടെ configuration 3d7 4s2 എന്നാണ്. അപ്പോൾ കുട്ടികളെ എല്ലാവരും നോക്കുക, നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുകയാണ് ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും റിമൂവ് ചെയ്യേണ്ടത് 3D എന്നല്ല, നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടത് 4sൽ നിന്നാണ്. സോ യു വിൽ ഗെറ്റ് 3d7 ആൻഡ് 4s0. ഇനി കൊബാൾട്ട് 3+ ആണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് യു വിൽ ഹാവ് 3d6 ആൻഡ് 4s0. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു, ഇസന്റ് ഇറ്റ്? ഇത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും വേണ്ട കാര്യമാണ്, ഓർത്തിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലവുമായി മുന്നോട്ട് പോകാം. സീ ടു ദാറ്റ്. സി Fe ഇതാണ് നമുക്കറിയേണ്ടത്. Fe കുറിച്ചിട്ടല്ല, വി നീഡ് ടു ടോക്ക് അബൌട്ട് Fe2+. അപ്പം ഞാൻ Fe2+ എഴുതുകയാണ്. സി വാട്ട് അബൌട്ട് Fe2+? തീർച്ചയായും നിങ്ങൾക്കറിയാം Fe2+ മീൻസ് 3d6. ആൻഡ് ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ 3D? You have 6 electrons. Okay, so d electrons in Fe2+ നമുക്കറിയാം 6. ഇനി which of the following has the same number of s electrons? അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരുടെയും എന്ത് ചെയ്യണം? കോൺഫിഗറേഷൻ എഴുതണം. അപ്പോൾ ലിഥിയത്തിൻ്റെ കോൺഫിഗറേഷൻ കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ലിഥിയം, വാട്ട് ഈസ് ദ കോൺഫിഗറേഷൻ? 1s2 2s1. ഇതിൽ ആകെ 3 s ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, പക്ഷെ നമുക്ക് വേണ്ടത് 6 അല്ലേ? സോ ദാറ്റ് ഈസ് നോട്ട് അവർ ആൻസർ. അപ്പോൾ ആദ്യത്തെ ആൾ നമ്മുടെ ആൻസർ അല്ല. ഇനി കാൽസ്യം നോക്കാം. വാട്ട് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് കാൽസ്യം? യു നോ അറ്റോമിക് നമ്പർ ഓഫ് കാൽസ്യം 20 അല്ലേ? അപ്പോൾ നമുക്ക് ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. വാട്ട്സ് ദ കോൺഫിഗറേഷൻ ഓഫ് ദിസ്? 1s2. നെക്സ്റ്റ് വി ഹാവ് 2s2. നെക്സ്റ്റ് വി ഹാവ് 2p6. നെക്സ്റ്റ് വി ഹാവ് 3s2. Next we have 3p6 and next we have 4s2. How many electrons are there in S? Let's verify. ഇവിടെ 2, here 2, here 2, here 2. But this time we have more than 6, means we have 8 s electrons. So that is not our answer. See, നമുക്ക് എത്ര ഇലക്ട്രോൺസ് മതി? 6 ഇലക്ട്രോൺസ് മതി, isn't it? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ആദ്യത്തേതും നിങ്ങളുടെ ആൻസർ അല്ല, കാരണം ആദ്യത്തേൽ 3s ഇലക്ട്രോണേ ഉള്ളൂ. രണ്ടാമത്തെ നിങ്ങളുടെ ആൻസർ അല്ല, ബിക്കോസ് രണ്ടാമത്തിൽ 8s ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ഇറ്റ് വിത്ത് നൈട്രജൻ ആൻഡ് ദെൻ ഫോസ്ഫറസ്. Nitrogen, you know what is the atomic number of nitrogen? It's 7. So what is the configuration for that? Let's verify. So whenever we are writing for nitrogen, we have 1s2, 2s2, 2p3. ഇവിടെയും നമുക്ക് എസ്സിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ, 6 ഇല്ല. അപ്പോൾ ഇനി ഒരേ ഒരു രക്ഷയെ നമുക്കുള്ളൂ, അവസാനത്തെ ആരാണ് കുട്ടികളെ? ഫോസ്ഫറസ്. നമുക്ക് നോക്കാം. ആൻഡ് യു നോ ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ ഇസ് 15. ഓക്കെ, ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ 15 ആണ്. അയാളുടെ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. നോക്കൂ, അയാളുടെ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p3. This time you just check the number of electrons in s orbital. Number of electrons in s orbital, you can see that you are getting 6, isn't it? 1s2 2, 2s2 2, 3s2 2. So total number of s electrons 6, which match with the Fe2+ d orbital. So definitely that's your answer here. So your answer in this particular question, it's option number 4. നോക്കൂ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ ചില ആൾക്കാർ ഒന്ന് ഇത് ഞാൻ എക്സാമിന് കണ്ട ക്വസ്റ്റ്യൻ അല്ലേ? തീർച്ചയായും നിങ്ങൾ അവിടെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കൂ, നമ്മൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് നോക്കാം. തീർച്ചയായിട്ടും. സോ ദ റേഡിയസ് ഓഫ് 5th Bohr orbit in hydrogen atom. We studied, I think we have solved many problems based on radius, isn't it? You remember, what is the equation to find radius of an nth orbit, which is equal to 0.529 n square by z. This is the equation what we used. കുട്ടികളെ ഈ പറയുന്ന ഈ R0 എന്നൊക്കെ എപ്പോഴും പറയുന്ന ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ പലരും എന്നോട് ചോദിച്ചു എന്താണ് സാർ ഈ R0? റിമെമ്പർ, ഈ R0 എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് വാല്യൂ ആണ്, മീൻസ് 0.529. സോ ആ ഒരു ഇൻസ്റ്റെഡ് ഓഫ് 0.529 they have assigned R0, that's all, nothing else, nothing new in that. So what we can write there,
Rn is equal to R0 into n square divided by Z. And in this case, we are talking about a hydrogen atom. So hydrogen atom, Z value to 1. So no significance there for Z value. Let's throw him out, and what is remaining after that, it is Rn is equal to R0 into n square. See, Rn equals R0 into n square. Now let's verify our question. What they are talking, the radius of fifth Bohr orbit means n value 5. Let's write there, radius of fifth orbit is equal to R0 into 5 square, isn't it? So what's your answer comes 25 R0. I think I had given the same question, not same question, same type of question in 2 exams. One case I have given for helium, I think, and in one case I have told for hydrogen. Okay, all of you. So this is the way how we have done this problem, and you can see that what is your answer there. Option 3 is your answer. Okay, and now let's verify the next question. Let's go with next question. ഇവിടെ നമുക്കുള്ളത് which of the following ion has the maximum magnetic moment? കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല കുട്ടികളെ. അതായത് ഒരു സ്പീഷീസിന്, നിങ്ങളിവിടെ അല്ല, നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും, ഒരു സ്പീഷീസിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അയാളുടെ മാഗ്നറ്റിക് പവർ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അയാൾ മാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺ വരുന്ന അനുസരിച്ചിട്ട് ഈ കാണിക്കുന്ന മാഗ്നറ്റിസത്തിൻ്റെ ഇഫക്റ്റും എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഇഫ് ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഈസ് മോർ, ഇസ്ന്റ് ഇറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടികളെല്ലാവരും നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഓരോ സ്പീഷീസിനെ, ആദ്യത്തെ ആളെ ഡെഫിനറ്റ്ലി ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് മാംഗനീസ്, രണ്ടാമത്തെ ആൾ കോപ്പർ, നെക്സ്റ്റ് വി ഹാവ് Fe, ലാസ്റ്റ് വി ഹാവ് വനേഡിയം. ഓരോരുത്തരുടെ അറ്റോമിക് നമ്പർ നമുക്കറിയാം, isn't it? മാംഗനീസ് അറ്റോമിക് നമ്പർ ഈസ് 25, copper atomic number is 29, iron atomic number is 26, and vanadium, scandium, titanium, vanadium atomic number 23. കുട്ടികളെല്ലാവരും നോക്കൂ, നമ്മൾ ഇയാളുടെ കോൺഫിഗറേഷൻ എഴുതാൻ പോവുകയാണ്. മാംഗനീസ്, വാട്ട് ഈസ് ദ കോൺഫിഗറേഷൻ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. 3d5 4s2. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, സർ ഈ 3d5 മുന്നേ ഉള്ള കോൺഫിഗറേഷൻ എന്തേ എഴുതാഞ്ഞത് അല്ലേ? ആരോ ചോദിക്കുന്നു, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, isn't it? അങ്ങനെ ചോദിക്കാൻ പാടില്ല കുട്ടികളെ, കാരണം അതിന് മുന്നേ ഉള്ള എല്ലാം ഫിൽഡാണ്. അപ്പോൾ അവരിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് മാത്രം എഴുതി. ഓക്കെ, now 3d5 4s2, here we have 3d10 4s1, here we have 3d6 4s2, here we have 3d3 4s2, and now see what is the species they are given. ആദ്യം അവർ തന്നിരിക്കുന്നത് മാംഗനീസ് 3+. So I am writing here മാംഗനീസ് 3+. മാംഗനീസ് 3+, ഇവിടുന്ന് നമ്മൾ 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം 2 ഇലക്ട്രോൺ 4s നിന്നും ഒരെണ്ണം 3d നിന്നും റിമൂവ് ചെയ്യും. സോ ഹിയർ ഇറ്റ് ഈസ് 3d4. ആൻഡ് നെക്സ്റ്റ് അടുത്ത കോപ്പർ 2+. കോപ്പർ 2+ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊരു ഇലക്ട്രോണും ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. സോ ഐ ആം റൈറ്റിംഗ് കോപ്പർ 2+. ഇൻ ദിസ് കേസ് യു ഹാവ് 3d9. നെക്സ്റ്റ് അടുത്തത് Fe3+. നോക്കൂട്ടികളെ, Fe3+ എന്ന് പറയുമ്പോൾ വി നീഡ് ടു റിമൂവ് 3 ഇലക്ട്രോൺസ്. 3 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് 2, ഇതിൽ നിന്ന് 1, means it becomes 3d5. and next we know vanadium 3+. vanadium 3+, നോക്കൂ, അപ്പോഴും നമ്മൾ 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം, isn't it? 4sൽ നിന്ന് 2ഉം 3d നിന്ന് 1ഉം. so we'll get 3d2. കുട്ടികളെല്ലാവരും once again listen carefully. manganese 3+, 3d4, copper 2+, 3d9, Fe3+, 3d5, vanadium 3+, 3d2. Where we have a maximum number of unpaired electron, there will have a higher magnetic moment.
കുട്ടികളെല്ലാവരും നോക്കൂ. ആദ്യത്തത് 3d4 നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഹൗ മെനി അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആർ ദെയർ? 4 unpaid electrons are there. 3d9, if you see that 3d9 ൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരേ ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് Fe3 plus. When you see Fe3 plus, you can see that how many unpaid electrons are there? There you have 5 unpaid electron. And in case of vanadium 3 plus, how many unpaid electrons are there? Let's see to that. Here you have only 2 unpaid electrons. So where we have maximum number of unpaid electron, definitely you can see that the maximum number of unpaid electron happen in case of Fe3 plus. Isn't it? So that's your answer. ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് മൊമെന്റ് ഉള്ളത് Fe3 plus. അത് കഴിഞ്ഞാൽ ആരാണ്ടേ ഇവിടെ മാംഗനീസ് 3 plus. ഓക്കെ, ലീസ്റ്റ് ആർക്കാണ്ടേ കോപ്പർ. Isn't it? Copper 2 plus. So that's the answer. Now, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. Isn't it? So ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായും we'll see the next questions on next class. Thank you all of you.